ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്, ഹോം മെയ്ഡ് ടൂട്ടി ഫ്രൂട്ടി. പക്ഷേ നമ്മളിത് ഉണ്ടാക്കുന്നത് പപ്പായ വെച്ചിട്ടല്ല, പകരം ഒരു തണ്ണിമത്തൻ്റെ തൊണ്ട് വെച്ചിട്ടാണ്. അതിനായിട്ട് ഞാൻ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പഴുപ്പൊക്കെ മാറ്റി ഇപ്പോൾ അതിൻ്റെ പുറന്തോട് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ചെറുതായിട്ട് അതിൻ്റെ ആ ഫ്ലഷൊക്കെ കുറച്ചുകൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് ഉള്ള ആ പച്ച നിറത്തിലുള്ള ആ തൊലി കൂടെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. ജസ്റ്റ് ഇങ്ങനെ കത്തിയോ അല്ലെങ്കിൽ ഒരു പീലറോ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് കളഞ്ഞെടുക്കണം. നമുക്കിതിൻ്റെ ഈ വൈറ്റ് പാർട്ട് മാത്രമേ ആവശ്യമുള്ളൂ. ഞാനിതിവിടെ ഒരെണ്ണം നിങ്ങൾക്കായിട്ട് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള ഈ റെഡ് കളറ് ഒന്നും നമുക്ക് വേണ്ട, ഇതിൽ ഈ വൈറ്റ് മാത്രം മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വൈറ്റ് പാർട്ട് മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അതല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന അതുണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ചെയ്താലും മതി. ഞാനിപ്പം കട്ടിംഗ് ബോർഡ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ ഒന്ന് മുറിച്ചെടുത്തിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. വളരെ തിന്നായിട്ടുള്ള ക്യൂബാക്കണ്ട, കുറച്ച് അത്യാവശ്യം ഒരു വലിപ്പത്തിലുള്ള ക്യൂബാക്കുക. നന്ന വലിയതും ആവരുത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി മുഴുവനും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 4 കപ്പ് മുഴുവനായിട്ട്, ഒരു 4 കപ്പിലൊരല്പം കൂടുതൽ ഉണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്കിതൊരു വലിയ ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിലേക്കോ ഒന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. മുഴുവനായിട്ടും കുക്കാവുന്നത് വരെ പുഴുങ്ങരുത്, ഹാഫ് കുക്കായാൽ മതി. ഏകദേശം ഇതിൻ്റെ ഈ വൈറ്റ് കളറൊന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പാരൻ്റായി വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇപ്പോൾ ഇത് ഏകദേശം ഹാഫ് കുക്കായിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. പകുതി ഭാഗം ഇത് ഒരു ട്രാൻസ്പാരൻ്റായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് കാണുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്കിതിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെള്ളം ഒന്ന് വാർത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്, വെള്ളമൊക്കെ വാർത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളമാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള അരിച്ച് മാറ്റി വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഞാനിതിനകത്തേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള തൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. ഈ പഞ്ചസാരയൊക്കെ ഇതിനകത്തേക്ക് നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരണം. ഇത് നന്നായി ഒന്ന് വെന്തുടഞ്ഞ് കിട്ടണം. ശരിക്കും നല്ലതുപോലെ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരണം. അപ്പോഴേക്കും ഏകദേശം നമ്മുടെ പഞ്ചസാരപ്പാനി ഏകദേശം പകുതി, നമ്മളിപ്പം വെച്ചിട്ടുള്ളത് 1 കപ്പാണ്, അതൊരു 1/2 കപ്പോളം ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിൽ കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ ഏകദേശം പകുതിയോളമായിട്ടുണ്ട്, നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കളർ ആഡ് ചെയ്യാൻ ആയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതിനകത്തേക്ക് 3 വിധം കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാൻ 3 ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ തിളപ്പിച്ച് വെച്ചിട്ടുള്ളത് പാനിയോട് കൂടി തന്നെ വെള്ളം അതിനകത്ത് വെക്കണം കേട്ടോ. വെള്ളം ഒഴിവാക്കിയിട്ട് അത് മാത്രമായിട്ട് മാറ്റരുത്. വെള്ളത്തോട് കൂടി അതിനകത്തുള്ള പഞ്ചസാര സിറപ്പോട് കൂടി തന്നെ ഇതിനകത്ത് ഓരോ ബൗളിലേക്കും എടുത്ത് വെക്കാം. അതിന് ശേഷം ഓരോ ബൗളിലും നമുക്ക് ഏത് കളറാണോ ആവശ്യമുള്ളത് ആ കളറ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു റെഡും ഗ്രീനും യെല്ലോയും ആണ് ചേർക്കുന്നത്. റെഡും ഗ്രീനും ആർട്ടിഫിഷ്യൽ കളറാണ്. അത് മഞ്ഞയ്ക്ക് പകരം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് ഗ്രീനും റെഡും ഓർഗാനിക് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ആർട്ടിഫിഷ്യൽ കളർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് കളർ വ്യത്യാസമൊന്നും വരില്ല. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത്
യോജിപ്പിച്ച് നമുക്കിത് ഒരു 10-12 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചാലേ ഇതിനകത്തേക്ക് ഈ കളറൊക്കെ ശരിക്കും അങ്ങോട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. അത് ശരിക്കും അതിനകത്തേക്ക് പിടിച്ച് ആ പഞ്ചസാരയുടെയും ആ കളറിൻ്റെയും ഒക്കെ ആ എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 10 മണിക്കൂറെങ്കിലും കഴിയണം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ രാത്രിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം രാവിലെ ആയപ്പോഴേക്കും ആ ഒരു കളറും അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു 12 മണിക്കൂർ, ഞാനിപ്പോൾ രാത്രിയിൽ ഉണ്ടാക്കി വെച്ച്, അപ്പോൾ നിങ്ങൾ പകലാണെങ്കിൽ ഉണ്ടാക്കുന്നെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് ഒരു രാത്രി ആകുമ്പോഴേക്കും അത് സെറ്റായിട്ടുണ്ടാവും ഏകദേശം. അപ്പോൾ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 മണിക്കൂർ എന്നെങ്കിലും വെച്ചാലേ ആ ഒരു കളർ ഇതിനകത്തേക്ക് പിടിച്ച് വരികയുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കളറ് അബ്സോർബ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അത് ഞാൻ രാവിലെ ആണ് എടുത്തിട്ടുള്ളത്. 12 മണിക്കൂറൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 13 മണിക്കൂറോളമായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ശരിക്കും കളറും ആ പഞ്ചസാരയൊക്കെ പിടിച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോഴും പഞ്ചസാര പാനിയുടെ അംശമുണ്ട്. അപ്പോൾ നമുക്കത് വാർത്തി കളഞ്ഞിട്ട് വേണം ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊരു അരിപ്പയിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിനകത്തുള്ള ഈ സിറപ്പ് അങ്ങ് വാർന്ന് കഴിഞ്ഞിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്കോ ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ എന്തിലേക്കെങ്കിലും ഒന്ന് മാറ്റാം. ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു സാധാരണ ന്യൂസ് പേപ്പറിലേക്ക് മാറ്റിയാലും മതി. അപ്പോൾ ഞാനിതൊരു ടിഷ്യൂ പേപ്പർ വിരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതൊരു ഏകദേശം ഒരു 2 ദിവസം തന്നെങ്കിലും പിടിക്കും ഇതൊന്ന് ശരിക്കും അങ്ങ് ഡ്രൈ ആയിട്ട് വരാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് രാവിലെ എടുത്ത് വെയിലത്ത് വെച്ചിട്ട് വൈകുന്നേരം എടുത്ത് പിന്നെ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഉണക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ വെയിലുള്ള സമയമായതുകൊണ്ട് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ഫാൻ ഇട്ടിട്ട് അതിൻ്റെ ചോട്ടിൽ വെച്ച് ഉണക്കിയെടുത്താലും മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഞാൻ 2 ദിവസം വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ കളയുന്ന തൊണ്ടുകൊണ്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വസ്തു ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.